ലിറ്റൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് അവർ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്നു എങ്കിൽ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക, നെഗറ്റീവായ ഒരു സിറ്റുവേഷൻ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം അട്രാക്ഷൻ നിങ്ങളോടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് വരണം, എല്ലാ തരത്തിലുമുള്ള ഒരു സക്സസ് ഉണ്ടാവണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് ഈ ഒരു വ്യക്തി ഒരു മജീഷ്യൻ എനർജിയിലാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഇവര് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതായത് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ മനസ്സിൽ അത്രയും ആഗ്രഹങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പ് സക്സസ് ആവണമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവര് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്ന് വെച്ചാൽ ആഗ്രഹം ഇത് സക്സസ് ആവുക എന്നുള്ളതാണെങ്കിലും ഇവർ ഇതിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അതായത് ഒരു പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ എന്നുള്ള ഒരു ഭയം, അത്തരത്തിലുള്ള ഭയം. അതുപോലെ ഇവർ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഒറ്റപ്പെടേണ്ടി വരുമോ, അവരെ ഫാമിലിയിൽ നിന്ന് ഒറ്റപ്പെടേണ്ടി വരുമോ, ഫാമിലിയിൽ നിന്ന് പുറത്താക്കുവോ, അത്തരത്തിലുള്ള ഒരു ചിന്ത, അങ്ങനെ ഒരു ഭയം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ, അതായത് ഒരു പക്ഷേ ഈ വ്യക്തി അത്രത്തോളം ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എങ്കിൽ ഫിനാൻഷ്യലി ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു വ്യക്തിക്ക് തരാൻ പറ്റില്ലെങ്കിലോ എന്നുള്ള രീതിയിലുള്ള പല തരത്തിലുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇതിന്റെ റിയാലിറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം രൂക്ഷമായിക്കൊള്ളണം എന്നില്ല സിറ്റുവേഷൻ. പക്ഷെ ഈ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി ഒന്നും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ വ്യക്തി ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇത്തരം ചിന്തകളിലൂടെ, അതായത് ഇത്തരം ടെൻഷൻ, ഫിയർ, അതുപോലെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇത്തരത്തിലുള്ള ഒരു തിങ്കിങ് ആണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതല്ല നടക്കുന്നത്. ഈ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു വ്യക്തി നിങ്ങൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്, വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അവർ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിന്റെ ഒരു സക്സസ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റെബിലിറ്റിക്ക് തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അതേ ആഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ട്, പക്ഷെ അവര് നോക്കുന്നില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ശ്രദ്ധിക്കുന്നില്ല. ഇവര് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് ആ നഷ്ടത്തിനെ കുറിച്ച് ചിന്തിച്ച് മിസ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്. നമുക്ക് അതിലെന്ത് ചേഞ്ച് വരും എന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ, അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ മാറുന്നതായിട്ട്, അതായത് ഇവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു, അതിന് വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാന് അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു തിങ്കിങ് അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്, ഒരു ക്ലാരിറ്റി അവരുടെ മനസ്സിലേക്ക് വരുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും ഒരു തുടക്കം, ഒരു ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത്. ഒരു തുടക്കം ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ട അവരെന്താണോ ചെയ്യേണ്ടത് ആ അവസാനത്തെ ആ ഒരു സ്റ്റെപ്പും അവര് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതിന് നമുക്കൊരു ടൈം ഇവിടെ കൃത്യമായിട്ട് കാണുന്നില്ല. അത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അത് ഓരോരുത്തർക്കും ആ ഒരു ടൈം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കാം. അതായത് ഓരോരുത്തർക്കും എപ്പോഴാണോ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു ഡിവൈൻ ടൈം വരുന്നത്, ആ ടൈമിൽ ഇത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഇവിടെ ഉണ്ടാവും എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഡിവൈൻ ടൈമിങ് അത് ഡിലേ വരുത്താതെ നോക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അതിനൊരു ആക്ഷൻ എടുക്കണം എന്നുള്ളതല്ല പറയുന്നത്. അതായത് നിങ്ങൾ അവരെ ഇപ്പോൾ കോണ്ടാക്ട് ഒന്നും ഇല്ലെങ്കിൽ ചെന്ന് വിളിക്കണം എന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തി ഈ കാര്യങ്ങൾ ഡിലേ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തി നെഗറ്റീവ് കാര്യങ്ങളെ അട്രാക്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളും ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹം എന്താണോ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുക. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പലതരം പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ റിലേഷൻഷിപ്പ് നമ്മൾ മുന്നോട്ട് പോകണം, അതിൽ സക്സസ് വരണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അത് ബ്രേക്കപ്പ് ആയി നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ആ റിലേഷൻഷിപ്പ് കാരണം അവിടെ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള ആ ഒരു ടൈം അല്ലെങ്കിൽ അത്തരം മെമ്മറീസ് അത് നിങ്ങൾ ഉൾക്കൊള്ളുക. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിലെ നിങ്ങൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാതിരിക്കുക. ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ഒഴിവാക്കാം എന്നുള്ളവരുടെ കാര്യമല്ല, ഇതിലേക്ക് മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിലൊരു നെഗറ്റീവ് കാര്യം നിങ്ങളെ വ്യക്തി ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അത് ഡിലേ വരുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഈ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ കൃത്യമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ അവര് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു വാതില് തുറക്കാനുള്ള ഒരു കീ അവർക്ക് കിട്ടുന്നുണ്ട്. അവരുടെ ആ ഒരു സക്സസിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള ഒരു കീ അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ട ഗൈഡൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു മെന്റർ ആയിട്ട് ആ ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. ഒന്നുകിൽ അത് അവർക്ക് സ്വയം അങ്ങനെ ഒരു ഗൈഡൻസ്, ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു ഗൈഡൻസ് ആയിരിക്കാം. എന്തായാലും യൂണിവേഴ്സ് അവിടെ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു നീതി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. വീണ്ടും നമുക്കത് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ഇമോഷണലി അത്രയും ഫുൾഫിൽമെന്റ് ലഭിക്കുന്നുണ്ട്. അതായത് ഇമോഷണലി സ്ട്രോങ് ആവുന്നുണ്ട്. നിങ്ങളും ഇമോഷണലി സ്ട്രോങ് ആവുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കപ്പുമായിട്ടാണ്, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻസിന്റെ അല്ലെങ്കിൽ റൊമാൻസിന്റെ കപ്പാണ് ഈ വ്യക്തി നിങ്ങൾക്ക് തരാനായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് കാണുകയും നിങ്ങൾ ഒന്നിച്ച് സമയം ചെലവഴിക്കാനും എല്ലാം ഉള്ളൊരു അവസരം വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാറ്റിനോടും, എല്ലാ സാഹചര്യങ്ങളോടും, എല്ലാ വ്യക്തികളോടും നിങ്ങളുടെ പേഴ്സൺ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അത്തരം സിറ്റുവേഷനോടെല്ലാം നിങ്ങളുടെ വ്യക്തി ഫൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തുടക്കം, വീണ്ടും ഒരു പാഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് വേൾഡ് കാർഡും ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ നിലവിൽ എന്ത് തന്നെ അവസ്ഥയാണെങ്കിലും അത് അടുത്ത ഒരു സ്റ്റേജിലേക്ക്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ച് അടുത്ത ഒരു സൈക്കിളിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അടുത്ത സൈക്കിൾ എന്ന് പറയുമ്പോൾ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും വളരെ ഇമോഷണൽ കമ്മിറ്റ്മെന്റ് തരുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കമ്മിറ്റ്മെന്റ് തരുന്ന, ഒരു ലോങ് ലാസ്റ്റിംഗ് കമ്മിറ്റ്മെന്റ് തരുന്ന, റൊമാൻസിന്റെ, ടുഗദർനെസിന്റെ, ഡീപ്പ് ലവിന്റെ, അട്രാക്ഷന്റെ, അതുപോലെ ഫാമിലി, അങ്ങനെ എല്ലാം നിറഞ്ഞ ഒരു ഹാപ്പിനെസ്, ആ ഒരു എനർജിയിലേക്കാണ് ഈ ഒരു
സ്റ്റേജിലേക്കാണ് നിങ്ങൾ കടക്കാനായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടക്കാനായിട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ വളരെയധികം ഇംപ്രൂവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെ അധികം അട്രാക്ഷൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ മ്യൂച്വലി നിങ്ങൾ ആ ഒരു ടുഗദർനെസ്, ഒന്നിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാനും എല്ലാം ഒരു ലോങ് ലാസ്റ്റിംഗ് കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റിയുടെ കാർഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പ്. ഇമോഷണലി നിങ്ങൾക്ക് സ്റ്റേബിലിറ്റി ലഭിക്കുന്നു, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പോസിറ്റീവ് എനർജിയിലേക്ക് തീർച്ചയായിട്ടും എത്തും. ആ ഒരു കാലതാമസം വരാതിരിക്കാൻ നിങ്ങൾ കൂടെ ആ ഒരു എനർജി അവർക്ക് കൊടുക്കുക. നിങ്ങളും കൂടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലൂടെ പോകരുത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറി ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വൈബ് കൊണ്ടുവരാനായിട്ട് അതിന്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ജൂലൈ മന്ത്, കൊല്ലം ഡിസ്ട്രിക്ട്, നമ്പർ 17, മലപ്പുറം ഡിസ്ട്രിക്ട്, മൂലം നക്ഷത്രം, ആയില്യം നക്ഷത്രം, ലെറ്റർ R, നമ്പർ 30, അനിഴം നക്ഷത്രം, ഫെബ്രുവരി മന്ത്, നമ്പർ 10, അവിട്ടം നക്ഷത്രം, നമ്പർ 1, ലെറ്റർ P, ലെറ്റർ G. ഇത്രയാണ് നമുക്ക് ക്ലൂസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത റീഡിംഗിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.